BJP-ക്കുള്ളൂ. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം തന്നെ കേജ്രിവാൾ രാജിവെച്ചാലും ഭരിക്കുക കേജ്രിവാൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ. നേരത്തെ ആപ്പ് വിട്ടുപോയ നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. താൻ പറഞ്ഞതിനപ്പുറം നീങ്ങുന്ന ഒരു നേതാവിനെയും സഹിക്കില്ല കേജ്രിവാൾ എന്നുള്ളത്. അപ്പോൾ അതിഷിയാണെങ്കിൽ കേജ്രിവാൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാകും. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരാൾ നിൽക്കുന്നു, വേറൊരു പേര് വരുന്നു എന്നതിനപ്പുറം കേജ്രിവാൾ തന്നെയാണ് ഭരിക്കുക എന്ന രൂപത്തിലും അതിനെ കാണുന്നവരുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നാണ്. അത് കേജ്രിവാൾ അല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലോ തീരുമാനിക്കുന്നത്. അദ്ദേഹം ബോധ്യപ്പെടുത്തിക്കോളും. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നെ കുറെ ലിസ്റ്റ് പറഞ്ഞു, സ്വാതി മലിവാൾ, അങ്ങനെ കുറെ ലിസ്റ്റ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാജ്പേയി, അദ്വാനി, മുരളി മനോഹർ ജോഷി, എന്തൊരു യോഗി ആദിത്യനാഥ് അവരെ വിളിച്ചു വരുത്തി നിങ്ങൾ ശാസിച്ചു. കാര്യം എന്താണ്? പ്രശ്നമായി. അപ്പൊ ആ ലിസ്റ്റുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലല്ല, BJP ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ സമയത്ത് ഞാൻ മിണ്ടിയില്ലല്ലോ സാർ. പിന്നെ അപ്പൊ മിണ്ടായിരിക്കും, അതല്ല അതിന്റെ മാന്യം. നിങ്ങൾ രാഷ്ട്രീയ നിങ്ങൾ മിണ്ടായിരിക്കും സാർ, അതല്ലേ മാന്യത. മാന്യത കാണിക്കും പ്ലീസ്. നിങ്ങൾ അതിന്റെ സാമാന്യ മര്യാദ കാണിക്കും പ്ലീസ്. ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ മിണ്ടുമ്പോ ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പം ഈ പറയുന്നത് പോലെ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികത എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ പറയുന്ന കേൾക്കൂ പ്ലീസ്. നിങ്ങൾ കേൾക്കാൻ ക്ഷമ കാണിക്കൂ. നിങ്ങൾ പ്രജ്വൽ രേവണ്ണ ബലാത്സംഗ കേസിൽ വലിയ തോതിൽ കേസിൽപ്പെട്ട സമയത്ത് വന്ന് എന്റെ മകൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. നിങ്ങളുടെ നരേന്ദ്രമോദി ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ സമയത്ത് 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് 400ലേക്ക് എത്തത്തില്ലെന്ന് കണ്ടപ്പോൾ അങ്ങ് മേലോട്ട് പോയിട്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ പോയിട്ട് മംഗൽസൂത്രത്തെ പറ്റിയും പിന്നെ ഇവിടെ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ മുസ്ലിംസിന് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന വർഗീയ പരാമർശം നടത്തുകയും അത് വലിയ ചർച്ചയായപ്പോൾ എവിടെ പോയി കണ്ണ് തുടച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലാത്തവർ കരയൊക്കെ ചെയ്ത കാപട്യവും ഡ്രാമയും കേജ്രിവാൾ ഇറക്കിയിട്ടില്ല. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികത നിങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ഇരയ്ക്കൊപ്പം വേട്ടക്കാർക്കും ഒരേപോലെ ഓടുന്ന വ്യക്തിയാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയെ പ്രകീർത്തിക്കുന്നൊപ്പം മഹാത്മാഗാന്ധിയെ കൊന്നവരെ, അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിച്ചവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അവരുടെ ഛായാചിത്രം പാർലമെന്റിൽ സ്ഥാപിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ച പൂനം പാണ്ഡെ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ നേതാവിനെ ചേർത്ത് പിടിച്ചവരാണ്. നിങ്ങൾ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നവരെ പാർലമെന്റിൽ സീറ്റ് കൊടുത്തവരാണ്. അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു ധാർമ്മികതയില്ല. കേജ്രിവാളിനെതിരെ പറയാൻ പറ്റുന്ന അഴിമതിയാണ്. ഇപ്പോഴും ഞങ്ങളെ ബന്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംവിധാനത്തിലും ആ നേതാക്കന്മാരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആ ആശയത്തെ അതുപോലെ സംഘപരിവാർ ശക്തി എന്ന് പറയുന്നത് ഒരു സംശയമില്ലെന്നേ. അതെന്താ ഓൺ ചെയ്യല്ലേ? എന്താ സ്റ്റേറ്റ്മെന്റ്? എന്താ പ്രശ്നം എന്താ? ഹിന്ദു മഹാസഭയിൽ ഞാൻ പറയാണ്. ഓടുകയും വേട്ടക്കാരൊപ്പം നിൽക്കുകയും ചെയ്യുന്ന BJPക്ക് കേജ്രിവാളിന്റെ ധാർമ്മികതയെ പറ്റി പറയാം എന്ത് മാന്യതയാണ്, എന്ത് മര്യാദയാണ്? കേജ്രിവാൾ ആകെയുള്ള വിഷയം എന്താണ്? ആം ആദ്മി മദ്യ അഴിമതി കേസിൽ ഉൾപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്ന ആക്ഷേപം. ഈ രാഷ്ട്രീയപരമായി അഴിമതി അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒന്നുമില്ല. ആ രാഷ്ട്രീയ അഴിമതി എന്ന് പറയുന്നത് എന്താ പൊട്ടിപ്പോകുന്ന കേസാണെന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ചർച്ചയും ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കാനൊന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പ്രായത്തിന്റെ വ്യത്യാസം, പ്രായത്തിന്റെ കണക്ക് വെച്ച് നിങ്ങൾ എല്ലാവരെയും പിന്നെ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. എങ്ങനെ വെല്ലുവിളിക്കാൻ സാധിക്കും? കാരണം നിങ്ങൾ തട്ടിക്കളയും, നിങ്ങൾ കൊന്നുകളയും, നിങ്ങൾ അത്ര ശക്തരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്താ നിങ്ങളുടെ ചോദ്യം എന്താ? ശരി 30 സെക്കൻഡേ ഉള്ളൂ, പെട്ടെന്ന് പറയണം. ചോദ്യം എന്താ? ഗാന്ധി വധവുമായി നിങ്ങൾക്ക് ബന്ധമില്ലെന്നാണോ? RSSകാരെ തള്ളി പറയാമോ? ഹിന്ദു മഹാസഭയെ തള്ളി പറയാമോ? എവിടെയും തള്ളി പറയാമോ? അല്ല സാർ, താങ്കൾക്ക് ഇത് പറയാം. ഇത് കോടതികൾ പോലും കോടതികളിൽ പോയി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഗാന്ധി ഹൃദയാഘാതം വന്ന് മരിച്ചതാണ്. ശരി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നാളെ കേജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.